ബൽറാം നെടുങ്ങാടി കൃഷ്ണ ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ബൽറാം, രാജ്യം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് നിർമ്മലാ സീതാരാമന്റെ 9ാം ബജറ്റിലേക്ക്. നിർമ്മലാ സീതാരാമൻ രാഷ്ട്രപതി ഭവനിലെത്തി, അതിനുശേഷം ഇപ്പോൾ പാർലമെന്റിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? GK ക്രിസ്റ്റീന, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അല്പസമയം മുമ്പ് പാർലമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബജറ്റ് അതിന്റെ അവതരണം, അതാണ് രാജ്യം കാത്തിരിക്കുന്നത്. അതിനു മുൻപായുള്ള ഔപചാരികമായ മറ്റ് കൂടിക്കാഴ്ചകളും മറ്റുമാണ് ഇപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 11 മണിക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. ഇത്തവണ ബജറ്റ് എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു ബജറ്റാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത ആഗോളതലത്തിലുള്ള സാഹചര്യങ്ങൾ ബജറ്റിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഇന്ത്യയുടെ സാമ്പത്തിക ലോകം ഉറ്റുനോക്കുകയാണ്. ട്രംപിന്റെ തീരുവ യുദ്ധത്തിന് പിന്നാലെ അതിനെ മറികടക്കാൻ എന്തെല്ലാം നടപടികൾ ഇന്ത്യയുടെ ബജറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആഗോളതലത്തിൽ തന്നെ നിരീക്ഷിക്കുന്ന ഒന്നാണ്. ഈ ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ച ഘട്ടത്തിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഈ പിഴത്തീരുവ ആഘാതമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അത് ബാധിക്കാത്ത തരത്തിലുള്ള നടപടികൾ ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് സിസ്റ്റം അതിനെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നും, ഒപ്പം തന്നെ വളർച്ചാ നിരക്കിൽ അണുവിട പോലും മാറ്റമുണ്ടാക്കാൻ ഇതിന് കഴിയില്ല എന്നും, ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ തുടരും എന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ബജറ്റ് എന്നുള്ളത് വികസിത് ഭാരത് 2047 അടിത്തറ പാകുന്ന ഒന്നാകും എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനായി പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായേക്കും. അത് രാജ്യവ്യാപകമായി തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കും. അത് കേരളം അടക്കം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന 5 സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ കൂടാതെ അസം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ ഇരിക്കുകയാണ്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ BJPക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങളുമാണ്. കഴിഞ്ഞ ബജറ്റിൽ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിന്ന ബീഹാറിന് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. വലിയ തുക വിവിധ പദ്ധതികൾ വഴി ബീഹാറിനെ മാറ്റിവെച്ചിരുന്നു. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശ് സഖ്യകക്ഷി ഭരിക്കുന്ന അല്ലെങ്കിൽ NDA ഭരണത്തിലുള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിനും വലിയ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ ഉണ്ടായിരുന്നു. സമാനമായി ഇത്തവണ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന കേരളവും പശ്ചിമ ബംഗാളും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള വിഷയങ്ങൾക്ക് വലിയ പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാലങ്ങളായി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൽ ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ. ബൽറാം, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അത് പരിഹരിച്ച് നമുക്ക് വീണ്ടും ബൽറാമിലേക്ക് വരാം. ബൽറാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം വളരെ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ എന്തൊക്കെ പ്രത്യേക പരിഗണനയാണ് ഈ ബജറ്റിൽ ലഭിക്കാൻ പോകുന്നത് എന്ന കാത്തിരിപ്പിലാണ്. കാരണം കഴിഞ്ഞ തവണ ഡൽഹിയിലും ബീഹാറിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പുറത്തു വന്ന ബജറ്റിൽ ഈ സംസ്ഥാനങ്ങളെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടതാണ്. കേരളമാകട്ടെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം പോലും കൃത്യമായി ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെടുകയും അതിന്റെ നിയമ വഴികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ്. ഈ സാഹചര്യത്തിൽ കേരളം ആവശ്യപ്പെടുന്ന, കേരളം പ്രതീക്ഷിക്കുന്ന ഒരു ഫണ്ട് വിഹിതം കേരളത്തിന് കിട്ടുമോ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എന്നത് വളരെ ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. അതിന് പുറമെയാണ് അച്യുതൻ, അതിന് പുറമെയാണ് കേരളം പ്രതീക്ഷിക്കുന്ന ചില പദ്ധതികൾ. ഉദാഹരണത്തിന് അതിവേഗ റെയിൽപാത എന്നത് കേരളം ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതിന്മേൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രീധരന്റെ അതിവേഗ പാതയോ അതോ സംസ്ഥാന സർക്കാരിന്റെ RRTS എന്തിനാണ് കേരളം അനുവാദം നൽകാൻ പോകുന്നത് എന്നതിൽ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിവേഗ റെയിൽപാതയ്ക്ക് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ? ശബരി റെയിൽപാത നമ്മൾ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന ഒന്നാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ? കേരളത്തിൽ എയിംസ് എവിടെ വരണം എന്നത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടന്നതാണ്. എയിംസ് എന്ന നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമോ? വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ പിന്തുണയായി എന്തുണ്ടാകും? ഇങ്ങനെ തുടങ്ങി കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. എന്ത് പ്രതീക്ഷിക്കാം കേരളത്തിന് ഇന്നത്തെ നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ? GK, കേരളം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ കേന്ദ്ര ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. കാലങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന പല കാര്യങ്ങൾ, അത് അർഹതപ്പെട്ട കാര്യങ്ങൾ പോലും ഇതുവരെയും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനങ്ങളായി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബജറ്റിലേക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞൊരു അവസ്ഥയിലാണുള്ളത്. കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും
കേരളത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പാക്കേജുകൾ ഈ ബജറ്റിൽ കാണും എന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. 29 ആവശ്യങ്ങളാണ് സംസ്ഥാന ധനമന്ത്രി നിർമ്മല സീതാരാമന് മുമ്പിൽ അറിയിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് 21,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്, സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം. ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പദ്ധതികൾ, അത് റെയിൽ കണക്ടിവിറ്റി ആയിരുന്നാലും ഗ്രീൻ ഹൈഡ്രജൻ ഹബ് ആയിരുന്നാലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വികസന പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ശബരി റെയിലുമായി ബന്ധപ്പെട്ട നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം, ധനസഹായം അതൊരു പ്രത്യേക പാക്കേജായി പ്രഖ്യാപിക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം തന്നെ കടമെടുപ്പ് പരിധി 0.5% ഉയർത്തണം എന്നൊരാവശ്യം സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്നതാണ് മറ്റൊന്ന്. കാലങ്ങളായി കേരളം ചോദിക്കുന്നതും ഇതുവരെ കിട്ടാത്തതുമായിട്ടുള്ള എയിംസ്, അതിന് ഏറ്റെടുപ്പ് വരെ പൂർത്തിയായതാണ്. അപ്പോൾ അതൊരു പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നതും കാത്തിരിക്കുന്നു. കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ പാക്കേജ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യമൃഗ സംഘർഷം കുറയ്ക്കാനും കൃഷിനാശം തടയാനുമുള്ള പദ്ധതി സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇടനാഴി വേണം എന്നൊരാവശ്യവും സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുണ്ട്. വിഴിഞ്ഞം, ചവറ, കൊച്ചി തീരമേഖലയെ സംബന്ധിച്ച് റെയർ എർത്ത് കോറിഡോർ അതും സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കാനും അതുപോലെ തന്നെ ഈ പ്രവാസികളെ നാട്ടിൽ പുനരധിവസിപ്പിക്കാനുമുള്ള പ്രത്യേക പാക്കേജുകൾ, അങ്ങനെ 29 ആവശ്യങ്ങൾ സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ അനുകൂലമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ ബജറ്റിൽ ഉണ്ടാവുമോ? ഉണ്ടായാൽ തന്നെ അത് സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പെടുത്ത സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയും ഘടകകക്ഷികൾ ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിനും ബീഹാറിനും നിരവധി പാക്കേജുകൾ, പ്രത്യേക പാക്കേജുകൾ അനുവദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തവണ എല്ലാ സംസ്ഥാനങ്ങളും, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സംസ്ഥാനങ്ങൾ, അതിൽ കേരളം ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത് കേരളത്തിന് ആശ്വാസത്തിന് വക നൽകുന്ന എന്തെങ്കിലും ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുൻപിലുണ്ട്. ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് ആകുമോ എന്ന് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. GK. ശരി, R. അച്യുതൻ ആണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഏറ്റവും ആകാംക്ഷയോട് കാത്തു നിൽക്കുന്നത് കേരളത്തിന് എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ്. 21,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളം ആവശ്യപ്പെട്ടിരിക്കുന്ന 21 കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ പരിഗണിക്കപ്പെടാൻ പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒന്നാണ് ക്രിസ്റ്റീന, ഈ വായ്പാ പരിധി 0.5% ഉയർത്തണം എന്നത്. മാത്രമല്ല, കേരളത്തിന് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ കാലത്തും കേരളത്തിനുള്ള വിഹിതം കുറഞ്ഞു വരുന്നു. അതിലുള്ള വലിയ ആശങ്ക കേരളത്തെ സംബന്ധിച്ചുണ്ട്. കേരളത്തിന്റെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട ശേഷം ഈ പദ്ധതികളൊക്കെ നടപ്പാക്കണമെങ്കിൽ നമുക്ക് കേന്ദ്ര സഹായം കൂടിയേ തീരൂ. അതിന് അനുഭാവപൂർണമായ, അനുകൂലമായ ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നത് പ്രതീക്ഷയുണർത്തുന്നതാണ് ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.